കുംഭം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി, ചതയം, പൂരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ. ഈ രാശിക്കാർക്ക് ജന്മശനി അവസാനിച്ചിരിക്കുന്നു. ജന്മശനി എന്ന് പറയുന്നത് 7.5 ശനി കാലത്തെ ഒത്ത മധ്യത്തിൽ വരുന്ന 2.5 വർഷ കാലയളവാണ്. ജന്മത്തിൽ തന്നെ ശനി നിൽക്കുക അല്ലെങ്കിൽ ജന്മരാശിയിൽ തന്നെ ശനി നിൽക്കുക എന്നാണ് ജന്മശനി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 7.5 ശനി കാലത്തെ ഏറ്റവും രൂക്ഷതയേറിയ അല്ലെങ്കിൽ പ്രയാസമേറിയ 2.5 വർഷക്കാലമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ മകരം, കുംഭം ഈ രാശികളിൽ ജനിക്കുന്നവർക്കൊക്കെ മറ്റുള്ള രാശികളിൽ ജനിക്കുന്നവർക്ക് ലഭ്യമാകുന്ന അതേ അളവിൽ ഉള്ള പ്രശ്നങ്ങൾ അല്ല അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ 2 രാശിയിൽ ജനിക്കുന്നവർക്ക് ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം ഈ 2 രാശികളും ശനിയുടെ സ്വന്തം രാശികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ സ്വന്തം രാശികളിൽ ജനിച്ചവരെ ശനി കാര്യമായിട്ട് ദ്രോഹിക്കില്ല എന്നാണ് വിശ്വാസം. എന്താണെങ്കിലും ആ 7.5 ശനിയിൽ തന്നെ ഇനി 2.5 വർഷം ബാക്കിയുണ്ട്. പക്ഷേ ഇതുവരെയുള്ള സമയത്തേക്കാൾ കുറച്ചും കൂടി ആശ്വാസ്യകരമായിട്ടുള്ള സമയമായിരിക്കും ഇനിയുള്ളത്. വ്യാഴമാണെങ്കിൽ ഇവർക്ക് അനുകൂല സ്ഥിതിയിലാണ്, 5ാമത്തെ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം, വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലതയുള്ള സമയമാണ്. ഈ മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും ഒക്കെ ആണെങ്കിലും അതിനും അനുകൂലതയുള്ള സമയം തന്നെയാണ്. കുടുംബത്തിലെ ഓഹരികൾ വിറ്റുപോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു കിട്ടും. ഇനി തറവാട്ട് വീടുകളിൽ താമസിച്ചുകൊണ്ടിരുന്നവർക്ക് മക്കളോടൊപ്പം മാറി താമസിക്കുവാനുള്ള സാഹചര്യങ്ങളും സംജാതമാകും. ഈ രാശിയിലുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള 1 വർഷക്കാലത്തേക്ക് നിക്ഷേപ വിഷയങ്ങൾ ഫിക്സഡ് അസറ്റ്സിലേക്ക് മാറാതിരിക്കാൻ ശ്രദ്ധിക്കാതെ, ഭൂമി വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറാതെ എപ്പോഴും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ധനം സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ കയ്യിൽ വെക്കണം എന്നുള്ളതല്ല, ബാങ്കിലാണെങ്കിലും നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലേക്കോ അല്ലെങ്കിൽ ലോങ് ടേം നിക്ഷേപങ്ങളിലേക്കോ പോകാതെ നമുക്ക് എപ്പോഴാവശ്യമുണ്ടായാലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ കുറേ പണം കരുതുന്നതാണ് നല്ലത്. തൊഴിൽ സംബന്ധമായിട്ടും ഈ രാശിക്കാർക്ക് വരുന്ന 1 വർഷക്കാലം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയമാണ്.